നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബൈബിളില് തോബിത്തിന്റെ പുസ്തകത്തില് 10-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ ഒരു കുടുംബമാണ്, രഘുവേലിന്റെയും ഏദനയുടെയും കുടുംബം. ആ കൊച്ചു കുടുംബത്തില് സാറ എന്നുള്ള മകളുണ്ട്. തോബിയാസിന്റെ കുടുംബത്തില് തോബിത്ത് ഈ കുടുംബത്തിന്റെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. അവിടെ തോബിയാസിന് ഭാര്യയായിട്ട് ലഭിക്കുന്നത് ആ കുടുംബത്തിലെ മകളെയാണ്, സാറയെയാണ്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് തിരിച്ച് തോബിയാസ് തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അവസരമുണ്ട്. വരുമ്പോൾ മാതാപിതാക്കന്മാര് ഈ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ നല്ലതാണ് നമുക്ക് കേട്ടിരിക്കാനായിട്ട്. അതിലൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അപ്രകാരം അവിടെ നിന്ന് പോരുമ്പോൾ അവിടുത്തെ രഘുവേലും ഏദനയും കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങളെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഇടയാകട്ടെ. എന്തൊരു മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. മാതാപിതാക്കന്മാരുടെ ആഗ്രഹം, എല്ലാവരുടെയും ആഗ്രഹം ഇത് തന്നെയാ, മക്കളെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കുവാൻ ഇടയാകട്ടെ. എന്തുമാത്രം! അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എങ്ങനെയാ നമ്മളെ കുറിച്ച് നല്ലത് ഒരാൾ പറയണമെങ്കിൽ എന്ത് വേണമെന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു. പലപ്പോഴും ഇതാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പള്ളിയുടെ കാര്യം പറയാം. അവിടെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് തിരുവോസ്തി എടുത്തു തരുന്നു, വെള്ളം എടുത്തു തരുന്നു, വീഞ്ഞെടുത്തു തരുന്നു. അങ്ങനെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ പ്രകാരം ആ ഓസ്തി എടുത്തു തരുമ്പോൾ ചിലര് ആ പാത്രത്തില് എടുക്കത്തക്ക രീതിയിൽ അടർത്തി അത് മാത്രമായിട്ട് ഇങ്ങനെ വെച്ച് തരും. അപ്പൊ നമുക്ക് എടുക്കാൻ സൗകര്യമുണ്ട്. 10-12 ഓസ്തികൾ ഉണ്ടാവും. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ വളരെ കൃത്യമായിട്ട് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ വെച്ച് തരുന്നുണ്ട്. ചില കുട്ടികൾ അതിങ്ങനെ തുറന്നു പിടിക്കുള്ളൂ. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ 10-12 തെരഞ്ഞു പിടിച്ച് ഒരെണ്ണം എടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് ചില കുട്ടികൾ അത് ചെയ്യാറില്ല. അല്ലെങ്കിൽ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, എടുത്ത് കാസിയിൽ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രകാരം വെള്ളം വെച്ചിരിക്കുക. പക്ഷെ അതിൻ്റെ ഒന്നും അടപ്പം മാറ്റി വെക്കാത്ത കുട്ടികളും ഉണ്ട്. ഇങ്ങനെ ഈ കൊച്ചു കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മളെ കൊണ്ട് മറ്റുള്ളവർ നല്ലത് പറയിപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അതൊന്ന് വിടർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ആ അടപ്പനൊന്ന് മാറ്റി കൊടുക്കുക. ഇതുപോലെ തന്നെ പള്ളിയിൽ വരുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെയറൊക്കെ അലങ്കോലമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ചില അമ്മമാരോ അപ്പച്ചന്മാരോ വരുമ്പോൾ അതൊക്കെ ഒതുക്കിയിടുന്നതാണ്. വൃത്തിയായിട്ട് അതിടും. അത് അവരോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തിക്ക് വളരെ നല്ലൊരു അഭിപ്രായം, ആ വ്യക്തി നല്ലൊരു ചേട്ടനാണല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നല്ലൊരു ചേച്ചിയാണല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ അറിയാതെ തോന്നിപ്പോകും. അല്ലെങ്കിൽ ചവിട്ടി അവിടെ കിടക്കുന്നുണ്ട്. മഴക്കാലമൊക്കെ ആണെങ്കിലോ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അത് എന്ത് ചെയ്യും? ചില അപ്പച്ചന്മാര് അല്ലെങ്കിൽ അമ്മച്ചമാര് വരുമ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഇടും. ചിലപ്പോൾ ആണെങ്കിൽ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവും, അത് ഇട്ട് ആളുകൾക്ക് സൗകര്യപ്രദം. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ കൂടി അത് ഭംഗിയായിട്ട് ചെയ്തു തരുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നല്ലത് വരും. ഇത് തന്നെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയി അല്ലെങ്കിൽ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ചായ വെച്ച് തരുന്നു, അത് നമ്മുടെ അടുത്തേക്ക് എടുത്ത് നമുക്ക് തരുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടുതലുണ്ടല്ലോ. ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം. വീട്ടില് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, വീട്ടിലെ പൂവൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ രൂപത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂ വയ്ക്കുന്ന കുടുംബങ്ങളുമുണ്ട്. അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായി. എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കത്തക്ക രീതിയിലുള്ള സ്വഭാവമാണ്. നല്ലത് പറയാനൊന്നും ആയിട്ടല്ല അവരത് ചെയ്യുന്നത്, അത് അവർ പഠിച്ചതാ. അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തു, അത് അതിന്റെ സ്ഥലത്ത് വെച്ചു, അങ്ങനെ ഓരോ സ്ഥലത്ത് വയ്ക്കുക. ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ ഓഫീസിലായാലും വീട്ടിലായാലും പൊതുവായിട്ടുള്ള സ്ഥലത്തായാലും, നമ്മൾ ബാത്റൂമിൽ കയറാറുണ്ട്. അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പർ ഒരു ക്ലാസ് റൂമിൽ കിടക്കുകയാണെങ്കിൽ ചില ക്ലാസ് റൂമിൽ പോകുമ്പോൾ കുട്ടികൾ തന്നെ ബെഞ്ചും ഡെസ്കൊക്കെ കൃത്യമായിട്ട് ഇടുന്നത് കാണാറുണ്ട്. ഞാൻ കോളേജിലായിരുന്നപ്പോൾ അങ്ങനെയാ. ചില ക്ലാസ്സുകളിൽ ചെന്ന ചില അധ്യാപകർ അത് പറയും, മക്കളെ ഇതൊന്ന് ഒതുക്കിയൊക്കെ ഇട്, കൃത്യമായിട്ടിട്. അപ്പൊ അതാണ് ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ കൂടി മറ്റുള്ളവരെ നല്ലത് പറയിപ്പിക്കത്തക്ക രീതിയിലാണ് അവരുടെ സ്വഭാവം.
നല്ലത് പറയാനായിട്ടൊന്നല്ല, ഒരിക്കലുകൂടി ഞാൻ പറയുന്നു, മറിച്ച് അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു അല്പം പെർഫെക്ഷൻ, അല്പം കൂടി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഏത് കാര്യം ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഇന്നത്തെ ഈ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്പം കൂടി നല്ലത് നമുക്ക് ചെയ്യാൻ പാടില്ലേ? അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് അല്പം കൂടി നമ്മൾക്ക്. അപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അപ്പച്ചൻ വരുന്നുണ്ടോ, അമ്മച്ചി വരുന്നുണ്ടോ, നമുക്ക് ഒരുമിച്ച് പോകാം, ഇത്രയും പറയുമ്പോഴേക്കും ആ മാതാപിതാക്കന്മാരുടെ മനസ്സിൽ എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മോളും കൂടി വരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അപ്പൊ ഒരുമിച്ച് പോകാം എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം വേറെയാണ്. എല്ലാ കാര്യങ്ങളും, വീട്ടിലായാലും പൊതുവായിട്ടുള്ള സ്ഥലത്തായാലും എല്ലായിടത്തും ഒരു നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. വേസ്റ്റ് പേപ്പർ ആയിക്കൊള്ളട്ടെ, അതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ചട്ടികളൊക്കെ ഇങ്ങനെ മറഞ്ഞു കിടക്കുകയാണെങ്കിൽ അതൊന്ന് നിവർത്തി വെക്കുക. അത് ചിലത് ചെയ്യും. ചിലപ്പോഴെങ്കിൽ വീടിന്റെ മുറ്റത്ത് പത്രം ഇങ്ങനെ പത്രക്കാര് എറിഞ്ഞിട്ടുണ്ട് പോകും. പക്ഷെ ചിലർ കയറി വരുമ്പോൾ ആ പത്രം എടുത്തു കൊണ്ടുവന്ന് അതിന്റെ യഥാസ്ഥാനത്ത് കൊണ്ടുവച്ച് തരും. അത് ചെയ്യുന്നത് ഒരു ബുദ്ധിയാണ്, അതൊരു നല്ലൊരു കാര്യമാണ്. അതൊക്കെ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ ഇടത്തക്ക, അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും. ഇങ്ങനെ കൊച്ചു കാര്യങ്ങളിലൂടെ നമുക്ക് മറ്റുള്ളവര് നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ ഇടയാകട്ടെ. അത് തോബിത്തിന്റെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ മാതാപിതാക്കന്മാര് മകളെ നൽകിക്കൊണ്ട് പറഞ്ഞ്, നിങ്ങളെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഇടയാകട്ടെ എന്നും നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് നല്ലത് മാത്രം പറയാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.